ഒരു കമ്പനിയിലെ ഒരു വ്യക്തി ചോദിക്കുന്ന സേഫ്റ്റി സംബന്ധമായ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ആയിരിക്കില്ല വേറെ ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത്. ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവിൽ പ്രതീക്ഷിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. കുറച്ച് കോംപ്ലക്സ് ആയ വിഷയമാണ്, എന്നാലും ഏറെക്കുറെയൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കാം. ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എന്നും പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് തുടർന്നും ഉപകാരപ്രദമാകുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സംബന്ധമായ വീഡിയോസ് മിസ്സാകാതെ കാണുക. നിലവിൽ ഒരു ജോലിക്കായി ശ്രമിക്കുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണൽസ് എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, ഒരു സേഫ്റ്റി ജോബ് ഇൻ്റർവ്യൂവിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഇതിന് സിമ്പിളായിട്ടുള്ള ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കമ്പനി ഏതു തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നതാണോ അതുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു. ഇതുകൂടാതെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നത് ഏത് പൊസിഷനിലേക്കാണോ ആ പൊസിഷനിൽ ഉള്ള ആളെ കൊണ്ട് ആ കമ്പനി എന്തൊക്കെ സേഫ്റ്റി ടാസ്കുകൾ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നു എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ തന്നെ മുൻപലത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായി കാണും, കമ്പനിയുടെ പ്രൊഫൈൽ, ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന പൊസിഷൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നിവയൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നും അവ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നും. ഉദാഹരണത്തിന്, നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കമ്പനി സിവിൽ കൺസ്ട്രക്ഷൻ ടാസ്ക് ആണ് ചെയ്യുന്നത് എന്ന് കരുതുക. ഏതെങ്കിലും പ്രത്യേക സ്പെഷ്യൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സിവിൽ കൺസ്ട്രക്ഷൻ ടാസ്ക് എടുത്തു ചെയ്യുന്ന കമ്പനിയാകാം. അപ്പോൾ അവരുടെ സിവിൽ വർക്ക്സ്, ഫോർ എക്സാമ്പിൾ ഹൈറ്റിൽ നിന്നുള്ള വർക്ക്, എക്സ്കവേഷനിൽ ഇറങ്ങിയുള്ള വർക്ക്സ്, പെയിൻറ്റിംഗ് വർക്കുകൾ, കെമിക്കൽസിൻ്റെ ഉപയോഗം, ഇവയെ ബന്ധപ്പെടുത്തിയുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ചോദ്യങ്ങളാകും അവർ ചോദിക്കുക. സ്കാഫോൾഡ് ഇടുമ്പോൾ അതിൻ്റെ ഗാർഡ് റെയിൽസിൻ്റെ ഹൈറ്റ് എത്രയാകണം? ഒരു സ്കാഫോൾഡ് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാകും ഇൻസ്പെക്ട് ചെയ്യുക? ആളുകളുടെയും വണ്ടികളുടെയും കൂട്ടിയിടി ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ സേഫ്റ്റി അറേഞ്ച്മെൻറ്റ്സ് ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെയ്യാൻ സാധിക്കും? സേഫ്റ്റി എന്നാൽ എന്താണ്? റിസ്ക് അസസ്മെൻ്റ് എന്നാൽ എന്താണ്? അല്ലെങ്കിൽ JHA, JSA എന്നാൽ എന്താണ്? അങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കാം. ഇതെല്ലാം തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറിവും അതുപോലെ അവർ ആ പൊസിഷന് നൽകിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അനുസരിച്ചാണ്. ഇനിയും ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് മെയിൻ്റനൻസ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ മെക്കാനിക്കൽ ലിഫ്റ്റിംഗ്, അതായത് ക്രെയിൻ ഉപയോഗിച്ചുള്ള ലിഫ്റ്റിംഗ് ആക്ടിവിറ്റീസ്, കൺഫൈൻഡ് സ്പേസ് വർക്കിൻ്റെ ഡീറ്റെയിൽസ്, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, മീതെയിൻ, നൈട്രജൻ എന്ന പലതരത്തിലുള്ള ഗ്യാസുകൾ സംബന്ധമായും എമർജൻസി റെസ്പോൺസ് ആൻഡ് ഇവാക്യുവേഷൻ എന്നീ ടോപ്പിക് സംബന്ധമായ ചോദ്യങ്ങൾ ഒക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനിയും അതും വിട്ടിട്ട് ഒരു കാറ്ററിംഗ് കമ്പനിയുടെ സേഫ്റ്റി പൊസിഷനുള്ള ഇൻ്റർവ്യൂവിനെ നമുക്കൊന്ന് സങ്കല്പിക്കാം. ഒരു കാറ്ററിംഗ് കമ്പനിയുടെ സേഫ്റ്റി പൊസിഷനുള്ള ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവർ അവരുടെ ജോലിക്കിടയിൽ ആ കിച്ചൺ ഏരിയയിൽ വെച്ച് നേരിടാവുന്ന ഹസാർഡ്സും റിസ്ക്കും എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങൾ നേരിടാം. അപ്പോൾ നമ്മളൊരു കാറ്ററിംഗ് കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, അവിടെയുള്ള പല ഏരിയാസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയാൽ, അതുപോലെ നെബോഷ് IGCയിലൊക്കെ പഠിച്ച പല ഡീറ്റെയിൽസും ആ ഒരു കാറ്ററിംഗ് കമ്പനിയിലെ സാഹചര്യങ്ങളുമായി കണക്ട് ചെയ്താൽ ഒരുപാട് ഐഡിയാസ് ലഭിക്കും. ഒരു കമ്പനിയിലെ ഒരു വ്യക്തി ചോദിക്കുന്ന സേഫ്റ്റി സംബന്ധമായ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ആയിരിക്കില്ല വേറെ ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത്. അതും ഒരേ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ പോലും. അതിനാൽ നല്ല പ്രിപ്പറേഷൻ ആവശ്യമാണ്.
ഈ പ്രിപ്പറേഷനാണ് പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. ഇതൊക്കെ തന്നെയാണെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഇൻ്റർവ്യൂ ടിപ്സ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്നും തുടരുന്ന കുറേ ടിപ്സ് ആണ് താഴെ ഞാൻ ചേർക്കുന്നത്. സോ മുൻപിലത്തെ വീഡിയോ എല്ലാവരും കാണും എന്നും പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ടിപ്പ്, ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കഴിവതും നേരത്തെ തന്നെ ഇൻ്റർവ്യൂ ലൊക്കേഷനിൽ എത്തിച്ചേരുക. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം നേടിത്തരും. ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് കമ്പനിയാണെന്നെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ജോബ് ആവശ്യം ഉള്ളവരാണെങ്കിൽ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കാണിക്കുക. ഓരോരുത്തരുടെ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആകാൻ ടൈം എടുക്കും. ചിലപ്പോൾ വൈകും വരെ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളും വരാം. സോ വെയിറ്റ് പേഷ്യൻ്റ്ലി. ഇൻ്റർവ്യൂവിൽ റിജക്റ്റ് ആകുന്നത് നിങ്ങളെ തളർത്തരുത്. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് റിജക്റ്റായ പലർക്കും അന്ന് ജോലി ലഭിച്ചു കാണും. നിങ്ങളുടെയും സമയം വരും. ഇൻ്റർവ്യൂസിൽ തുടർച്ചയായി റിജക്ഷൻ ആകുമ്പോൾ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അവർ ചോദിച്ച ഏത് ചോദ്യത്തിലാണ് നമുക്ക് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലോ നമ്മുടെ അപ്പിയറൻസിലോ എന്തെങ്കിലും അപാകത വന്നോ, ഈ മിസ്റ്റേക്സ് ഒക്കെ കണ്ടെത്തി അടുത്ത വട്ടം അത് തിരുത്താൻ നോക്കുക. മാക്സിമം ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ആക്കി വയ്ക്കുക. സേഫ്റ്റി സംബന്ധമായ ഒരുപാട് ഇൻഫോർമേഷൻ ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ വിരൽത്തുമ്പിൽ യൂട്യൂബും അങ്ങനത്തെ വീഡിയോസും ഒക്കെ ലഭിക്കാനുള്ള പല വെബ്സൈറ്റ്സും അവൈലബിൾ ആണ്. അതെല്ലാം സന്ദർശിക്കുക, അവിടെയുള്ള ഡീറ്റെയിൽസ് വായിക്കുക, വീഡിയോസ് കാണുക, എന്നിട്ട് സേഫ്റ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപ്ഡേറ്റ് ആയി ഇരിക്കുക. നെബോഷ് IGC, നെബോഷ് ഡിപ്ലോമ കോഴ്സസ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ, കഴിയുമെങ്കിൽ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുമെങ്കിൽ അയോഷിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക. പലതരത്തിലുള്ള മെമ്പർഷിപ്പുകളുണ്ട്. ഇപ്പോൾ മെമ്പർഷിപ്പ് ഉള്ള പ്രൊഫഷണൽസിന് മുൻഗണന പല ഇൻ്റർവ്യൂസിലും ലഭിക്കാറുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സോ സ്റ്റേ ട്യൂൺഡ്. വരുന്ന വീഡിയോ മിസ്സാകാതെ കാണുക.